2004 ഇറാനിൽ നടന്ന ഒരു സംഭവം ലോകമെമ്പാടും വലിയ ചർച്ചാ വിഷയമായി. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കോടതി വിധി പ്രകാരം തൂക്കിലേറ്റി, അതും പൊതുമധ്യത്തിൽ. ആ പെൺകുട്ടിയുടെ പേര് അദീഫ റജബി എന്നാണ്. എന്താണ് അദീഫ റജബി ചെയ്ത കുറ്റം? എന്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദീഫ റജബിയെ തൂക്കിലേറ്റിയത്? ആ തൂക്കിലേറ്റ സമയത്ത് അവിടുത്തെ സുപ്രീം ലീഡർ ആരായിരുന്നു? അദീഫ റജബിക്കെതിരെ ചാർത്തിയ കുറ്റവും അദീഫ റജബിയെ ക്രൂരമായി പീഡനത്തിന് ഇരയാക്കി എന്നാണ് പറഞ്ഞത്. ആ പീഡനത്തിന് ഇരയാക്കിയ ആൾക്ക് ലഭിച്ച ശിക്ഷ എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഇതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ അദീഫ റജബി എന്നത് ഇറാനിലെ നെക്ക എന്ന നഗരത്തിൽ ജനിച്ച കുട്ടിയാണ്. ചെറുപ്പത്തിലെ അവളുടെ മാതാവിനെ അവൾക്ക് നഷ്ടമായി. അച്ഛനാണെങ്കിലോ മയക്കുമരുന്ന് കേസിൽ പ്രതിയുമാണ്. പിന്നെ അവൾ ജീവിച്ചിരുന്നത് അവളുടെ മുത്തച്ഛനോടൊപ്പമാണ്. ഈ സമയത്താണ് 16 വയസ്സുള്ള ഒരു പെൺകുട്ടി ലൈംഗികമായിട്ട് ചൂഷണത്തിന് വിധേയായത്. അവൾ ചൂഷണത്തിന് വിധേയായത് വേറെ ആരിൽ നിന്നുമല്ല, കുടുംബ സുഹൃത്ത് തന്നെയാണ്. അലി ധരണി എന്ന അവളേക്കാൾ മുതിർന്ന പ്രായമുള്ള ഒരാളിൽ നിന്നാണ് അവൾ പീഡനത്തിന് ഇരയായത്. സാധാരണയായി പീഡനത്തിന് ഇരയായ പെൺകുട്ടിക്ക് നീതിയല്ലേ ലഭിക്കേണ്ടത്? എന്തുകൊണ്ട് അവളെ തൂക്കിലേറ്റി? അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇറാനിലെ നിയമം തന്നെ, ഇസ്ലാമിക് നിയമം തന്നെ ശരിയ നിയമം അനുസരിച്ചാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ ശരിയ നിയമം അനുസരിച്ച് ചെറിയ സെക്ഷൽ ഒഫൻസ് വലിയ കുറ്റകൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. അതിലൊന്നാണ് സീന. വിവാഹേതര ബന്ധം, വിവാഹത്തിന് മുമ്പ് അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഏർപ്പെടുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന ശിക്ഷ ലാഷസ്, ചാട്ടവാറടി അല്ലെങ്കിൽ വധശിക്ഷ എന്നീ ശിക്ഷകളാണ്. ഇതിന്റെ തെളിവുകളാണ് ഏറ്റവും വിചിത്രം. തെളിവായിട്ട് കണക്കാക്കുന്നത് എന്താണെന്നോ, 4 പുരുഷന്മാർ സാക്ഷികളാവണം, അല്ലെങ്കിൽ പ്രതി കുറ്റം സമ്മതിക്കണം. പ്രതി എന്തു പറയുന്നോ അതാണ് അവിടുത്തെ തെളിവ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിയമവും ശിക്ഷയും നടപ്പാക്കുന്നത്. എന്ത് വിചിത്രമായ ശിക്ഷയാണല്ലേ! ഈ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് 16 വയസ്സുള്ള പെൺകുട്ടി പീഡനത്തിനിരയായെന്ന് വിളിച്ചു പറഞ്ഞിട്ടും അവൾക്ക് വധശിക്ഷ വിധിച്ചത്. ഇത് വിധിച്ചത് ഇറാനിലെ കോടതിയാണ്. ഈ വിധി പ്രസ്താവിച്ച ജഡ്ജിയുടെ പേര് ഹാസി റസായി എന്നാണ്. വിധി പറയാനുള്ള കാരണം തന്നെ അവൾ വിവാഹേതര ലൈംഗിക ബന്ധത്തിന് ഇരയായി. അവളുടെ സമ്മതപ്രകാരമോ അല്ലാതെയോ അവൾ ലൈംഗിക ബന്ധം അവൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ കുറ്റക്കാരിയാണെന്ന് മുദ്ര കുത്തിയിട്ടാണ് അവളെ പൊതുമധ്യത്തിൽ, അതായത് 2004 ഓഗസ്റ്റ് 15 അവളെ തൂക്കിലേറ്റിയത്. വിചിത്രമായ വിധി. പീഡകനായ അലി ധരണിക്ക് ലഭിച്ച ശിക്ഷയോ 100 ചാട്ടവാറടി. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളെ മോചിതനാക്കുകയും ചെയ്തു. ഇതാണ് ശരിയ നിയമം. ഈ നിയമമാണ് ഇറാനിലെ പെൺകുട്ടികൾ എതിർക്കുന്നത്. ആ എതിർക്കുന്ന പെൺകുട്ടികളെ ഗമനി എന്ന വ്യക്തി എതിർക്കുന്ന പെൺകുട്ടികളെല്ലാം കൊന്നൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ഗമനിയാണ് ഇന്ന് ഇവിടെയുള്ള ഒരു വിഭാഗം ആളുകളുടെ ധീര പുരുഷൻ. ഇനി നിങ്ങൾ തന്നെ പറയൂ, നമുക്ക് ശരിയ നിയമം വേണമോ? ഗമനിയുടെ മരണശേഷം നമ്മൾ ഇന്ത്യയിലെ പലയിടത്തും, എന്തിന് ഈ കേരളത്തിലെ കൊച്ചിയിൽ പോലും പ്രതിഷേധങ്ങൾ കണ്ടതാണ്. എന്തിനാണ് ശരിക്കും ഇവരൊക്കെ പ്രതിഷേധിക്കുന്നത്? ഗമനി അത്ര വലിയ ധീര പുരുഷനാണോ? അങ്ങനെയാണെങ്കിൽ ധീര പുരുഷനാണെങ്കിൽ എന്തുകൊണ്ട് 16 വയസ്സുള്ള ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയായി എന്ന് പറഞ്ഞിട്ടും അവളെ സംരക്ഷിക്കാതെ അവൾക്കെതിരെ അവളെ വധശിക്ഷയ്ക്ക് വിധേയാക്കി? സ്ത്രീകൾക്ക് എന്ത് വിലയാണ് ആ നാട്ടിലുള്ളത്? തങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ നിഷേധിക്കപ്പെടാൻ കാരണമായ വ്യക്തിയെ എതിരെ അവിടെ പരസ്യമായിട്ട് മുടി മുറിച്ചും ഹിജാബ് കത്തിച്ചും പ്രതിഷേധിച്ച പെൺകുട്ടികളെ ആയിരക്കണക്കിനും 10,000-കണക്കിനും 20,000-കണക്കിനുള്ള പെൺകുട്ടികളെയാണ് അവിടെ കൊന്നൊടുക്കിയിരിക്കുന്നത്. ആ കൊന്നൊടുക്കിയ ആ വ്യക്തി ഇവിടെയുള്ളവർക്ക് ധീര പുരുഷനാണ്. എല്ലാ കമന്റ് ബോക്സിലും അവർ വന്ന് പറയുന്നു, പരമോന്നത നേതാവ്, ധീര പുരുഷൻ. ശരിക്കും പരമോന്നത നേതാവിന്റെ അർത്ഥം എന്താണ്? ഇവരെന്താണ് പരമോന്നത, സുപ്രീം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്ത്രീകളുടെ അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള സ്ത്രീകളുടെ അവകാശം പോലും നേടിയെടുക്കാൻ പെടാപ്പാട് പെടുന്ന അല്ലെങ്കിൽ അവരെ അത്രത്തിൽ തരം താഴ്ത്തുന്ന ഒരു നേതാവിനെയാണോ ഇവിടെയുള്ള ആളുകളും പരമോന്നത പദവി കൊടുത്ത് അലങ്കരിക്കുന്നത്? ഇത് ശരിയായ നടപടിയാണോ? ഇന്ത്യക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വാ തുറക്കാത്ത ഇവർ, പഹൽഗാവിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വാ തുറക്കാത്ത ഇവർ എന്തുകൊണ്ട് ഗമനി മരിച്ചപ്പോൾ ഇത്രയേറെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു? അപ്പോൾ ശരിക്കും എന്താണ് ഇവരുടെ പ്രശ്നം?
ഒരുപാട് യുദ്ധവിരുദ്ധ പ്രതിഷേധങ്ങളും ഇന്ന് കേരളത്തിലുടനീളം അലയടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി മേനകയിൽ നിന്ന് രാജേന്ദ്ര മൈതാനിയിലേക്കുള്ള വഴിയിലാണ്. ഇവിടെ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യുദ്ധവിരുദ്ധ റാലി നടക്കുകയാണ്. നമുക്ക് റാലിയുടെ മുൻനിരയിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ കാണാം, ജില്ലാ സെക്രട്ടറി സതീഷിനെ കാണാം. അങ്ങനെ CPM-ന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തൊരു യുദ്ധവിരുദ്ധ റാലി ഉണ്ടായിരുന്നു. അമേരിക്ക ഇസ്രായേൽ കടന്നാക്രമണത്തിനെതിരെയുള്ളൊരു പ്രതിഷേധം എന്നുള്ള നിലയിൽ സംസ്ഥാന വ്യാപകമായിട്ട് CPM ഇങ്ങനെ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയിലാണ് ഇവിടെ എറണാകുളത്തും ഈ ഒരു യുദ്ധവിരുദ്ധ റാലി ഇപ്പോൾ നടക്കുന്നത്.